ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ഡിസിഡൻഡി എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. The term ratio means reason and decidendi means decision. So, നമ്മൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ റേഷ്യോ ഡിസിഡൻഡി എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ ദ ഡിസിഷൻ. എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ കോടതി കൊടുത്തിട്ടുള്ളത് എന്നാണ് റേഷ്യോ ഡിസിഡൻഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ പോയിന്റ് ഇൻ എ കേസ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ ജഡ്ജ്മെന്റ്സ്. ജഡ്ജ്മെന്റ് എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് കോടതി കൊടുത്തിട്ടുള്ളത്, അതല്ലെങ്കിൽ ജഡ്ജ് കൊടുത്തിട്ടുള്ളത് എന്നാണ് റേഷ്യോ ഡിസിഡൻഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is a principle in a case that ultimately determines its outcome. ഒരു കേസിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ജഡ്ജ്മെന്റ് ആണ്. സോ ഒരു കേസിലെ ഫൈനൽ ഔട്ട്കമിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഫൈനൽ ഔട്ട്കം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പ്രിൻസിപ്പിൾ ആണ്, അതായത് റേഷ്യോ ഡിസിഡൻഡി എന്ന പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റേഷ്യോ ഡിസിഡൻഡി എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.